വലത്തെ ഭാഗോ കുങ്കുമശോഭയായി ഇടത്തെ ഭാഗോ ശിവ ശിവ ശിവരേ വരിടാ. യേശുദാസിനെ പോലെ ഒരു യേശുദാസിനുള്ളൂ, അല്ലെങ്കിൽ ത്യാഗരാജനെ പോലെ ഒരു ത്യാഗരാജനെ ഉള്ളൂ, നൃത്തത്തിന്റെ കാര്യത്തിൽ ഒരു പത്മാ സുബ്രഹ്മണ്യത്തിനെ പോലെ ഒരു പത്മാ സുബ്രഹ്മണ്യമേ ഉള്ളൂ. ഇങ്ങനെ ഓരോ പ്രത്യേക വിഭാഗം കലകളിലും അനുഗ്രഹീതരായ കലാകാരന്മാർ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ ഒരു ഘടകം ഈശ്വര ചൈതന്യം മാത്രമല്ല, അവരുടെ അധ്വാനമാണ്, അവരുടെ ഈ സമൂഹത്തിന്റെ പ്രോത്സാഹനമാണ്, ഏറ്റവും ഉപരി അവരുടെ മൂന്നക്ഷരമാണ്. ഗുരുത്വം എന്ന മൂന്നക്ഷരം. ഈ ഗുരുത്വം ഉണ്ടെങ്കിലേ നമ്മൾ ജീവിത തുറകളിൽ ഏത് മേഖലകളിലായും പ്രത്യേകിച്ച് കലയിൽ നമുക്ക് മുന്നേറാൻ പറ്റൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ നമുക്ക് അശക്തരാണ് നമ്മൾ. ബഷീർ പറഞ്ഞതുപോലെ ഒന്നും ചേർന്ന് ഇമ്മിണി വലിയ ഒന്നായി മാറാൻ നമുക്ക്. നന്മയുടെ പോഷക സംഘടനയായ സർഗവനിതകൾ, അതോടുകൂടി ഈ ഒന്നും ചേർന്ന് ഇമ്മിണി വലിയ ഒന്നായി മാറാൻ സർഗവനിതകൾക്ക് കഴിയണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇത്രയും നല്ല വിപുലമായ രീതിയിൽ 7ാം സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന്റെ മുന്നോടിയായി കളമശ്ശേരി ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ച എറണാകുളം നന്മ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഓരോരുത്തർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇത് എന്താണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഇത് കലാകാരന്മാരുടെ കൂട്ടായ്മയായ നന്മ എന്ന സംഘടനയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ ആഴ്ച കളമശ്ശേരി പീയൂഷ് ഹാളിൽ വെച്ചിട്ടൊരു സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു. ഈ കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ. ഞാനിപ്പോൾ ക്ഷേമനിധിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഈ സമ്മേളനത്തിൽ സംസാരിക്കുന്ന ഈ മാഡത്തിനെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? സിനിമയിൽ സീരിയലിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ടല്ലോ. അന്ന് ഏലൂർ ബിജുവിൻ്റെ സോപാന സംഗീതം ഉണ്ടായിരുന്നു, കുറേ വേറെ കലാകാരന്മാരുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ സംഘടനയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും കലാകാരന്മാരുണ്ടെങ്കിൽ അവർ അർഹതപ്പെട്ട പെൻഷൻ വാങ്ങിച്ചോട്ടെ, അറിയാത്തവരുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട്. ഈ സംഘടന 2008 പ്രാബല്യത്തിൽ വന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഫോൺ നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 60 വയസ്സാകുമ്പോൾ പെൻഷൻ കിട്ടും. പിന്നെ ഈ കലാകാരന്മാരുടെ മക്കൾക്ക് വിവാഹപ്രായമായിട്ടുണ്ടെങ്കിൽ അതിന് ധനസഹായമുണ്ട്. പിന്നെ വയ്യാണ്ട് കലാകാരന്മാർ ഹോസ്പിറ്റലിൽ കിടന്നാൽ അതിന് ബില്ല് കൊടുത്താൽ പൈസ കിട്ടും. അങ്ങനെ ഒരുപാട് ധനസഹായങ്ങൾ ഈ നന്മയെന്നുണ്ട് കേട്ടോ. ഒരുപാട് കലാകാരന്മാർ ഈ പെൻഷൻ വാങ്ങി ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നന്മയിൽ മെമ്പർഷിപ്പ് എടുക്കണം കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. പിന്നെ മൊബൈൽ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുമല്ലോ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.